ചില സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ സ്നാപയോനൻ തന്റെ ശിഷ്യന്മാരെ ഈശോയുടെ അടുക്കലേക്ക് അയച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അത് ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്നാപയോനൻ ശിഷ്യന്മാരെ ഈശോയുടെ അടുക്കലേക്ക് അയക്കുകയാണ്. അപ്പൊ ഈശോ ഈ സ്നാപയോനന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ചെന്ന് സ്നാപയോനനെ അറിയിക്കുക. എന്നിട്ട് ഈശോയുടെ വാക്കുകളിൽ നിന്നും ഏകദേശം ഒരു കാര്യം ഉറപ്പാണ്, വരാനിരിക്കുന്നവൻ ഞാൻ തന്നെയാണ് മിശിഹ എന്ന് ഏകദേശം നമുക്ക് ഉറപ്പാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സ്നാപയോനനെ അറിയിക്കുക, ഞാൻ തന്നെയാണ് മിശിഹ. അല്ലെ, ഇന്നത്തെ ലേഖനഭാഗം വായിക്കുമ്പോൾ അവിടെ വെളിപാട് പുസ്തകത്തിലെ വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ സ്വർഗത്തിന്റെ ഒരു ദർശനം ലഭിക്കുകയാണ്. അവിടെ പറയുകയാണ്, അവിടെ 4 ജീവികളെ കണ്ടു എന്ന് പറയുകയാണ്. ഒന്നാമത്തേത് സിംഹത്തിന്റെ പോലെ, രണ്ടാമത്തേത് മനുഷ്യന്റെ മുഖം, മൂന്നാമത്തേതിന് കാളയുടെ മുഖം, നാലാമത്തേതിന് കഴുകന്റെ മുഖം എന്നൊക്കെ പറയുകയാണ്. അതായത് 4 സുവിശേഷ ബിംബങ്ങളാണ്. നമ്മൾ 4 സുവിശേഷങ്ങൾക്ക് കൊടുക്കുന്ന 4 പ്രതീകങ്ങളാണ്. ഈ 4 ജീവികളും ഒരേ സമയം ഇങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതായത് ഈ 2 വചന വായനകളും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ അത് ഈശോ മിശിഹായാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ഈ പറയുന്ന വെളിപാട് പുസ്തകത്തിലെ ഈ സുവിശേഷത്തിന് പ്രതീകങ്ങളായിട്ടുള്ള 4 ജീവികളും പറയുന്നതും ഈശോയാണ് മിശിഹ എന്ന്, അല്ലെങ്കിൽ ഈശോയാണ് രക്ഷകൻ എന്ന്, അല്ലെങ്കിൽ ഈശോയാണ് ദൈവം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ തന്നെ സ്നാപയോനന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ തന്നെയാണ് വരാനിരിക്കുന്നവൻ എന്ന് പറയുകയാണ്. സ്നേഹമുള്ള ഇന്നത്തെ വചനവായനകൾ കേട്ട് കഴിയുമ്പോൾ ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ഇതിലൂടെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.